പ്രിയമുള്ള കുട്ടികളെ, ഇന്ന് നമുക്ക് ചാപ്റ്റർ 2 അഥവാ സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഈ ചാപ്റ്ററിൽ മുൻ എക്സാമുകൾക്ക് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്നർമോസ്റ്റ് വാൾ ലെയർ ഓഫ് മൈക്രോസ്പോറാഞ്ചിയം വിച്ച് നറിഷസ് ദി ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ ഈസ് കോൾഡ് ഡാഷ്. ഡെവലപ്പ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസിന് പോഷണങ്ങൾ നൽകുന്ന മൈക്രോസ്പോറാഞ്ചിയത്തിൻ്റെ ഏറ്റവും ഉള്ളിലെ വാൾ ലെയറിന് പറയുന്ന പേരെന്താണെന്ന് നമുക്കറിയാം. ടപ്പീറ്റം എന്ന് പറയുന്ന ലെയറാണ്. സോ ആൻസർ ടപ്പീറ്റം. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ദ ഡയഗ്രാം ഗിവൺ ബിലോ ഷോസ് ദ ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് എ യങ് ആന്തർ. ഒരു യങ് ആന്തറിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷനാണ് താഴെ തന്നിരിക്കുന്ന ഡയഗ്രാം. ഐഡൻറ്റിഫൈ ദ പാർട്സ് എ, ബി, സി ആൻഡ് ഡി. അതിൽ എ എന്ന് പറയുന്നത് കണക്റ്റീവ് ആണ്, ബി എന്ന് പറയുന്നത് ഏറ്റവും പുറമേയുള്ള ലെയറായിട്ടുള്ള എപ്പിഡെർമിസ്, ദെൻ സി എന്ന് പറയുന്നത് സ്പോറോജീനസ് ടിഷ്യൂ ആണ്, ദെൻ ഡി എന്ന് പറയുന്നത് ടപ്പീറ്റം. ആന്ത്രവാളിൻ്റെ ഏറ്റവും പുറമേയുള്ള ലെയർ എപ്പിഡെർമിസ് ആണ്, അതിനുള്ളിൽ എൻഡോത്തീഷ്യമാണ്, അതിവിടെ ലാബിൽ ചെയ്യാൻ ചോദിച്ചിട്ടില്ല. ദെൻ അതിനുള്ളിൽ മിഡിൽ ലെയേഴ്സ് ഉണ്ട്, മിഡിൽ ലെയേഴ്സും ലാബിൽ ചെയ്യാൻ ചോദിച്ചിട്ടില്ല. ടപ്പീറ്റം ചോദിച്ചിട്ടുണ്ട്, അതിനുള്ളിലായി കൊണ്ട് സ്പോറോജീനസ് ടിഷ്യൂ കാണാം. സോ ആൻസർ എ കണക്റ്റീവ്, ബി എപ്പിഡെർമിസ്, സി സ്പോറോജീനസ് ടിഷ്യൂ, ഡി ടപ്പീറ്റം. Next question: the developmental stages of male gametes in plants consist of microsporogenesis and male gametophyte. പ്ലാന്റ്സിൽ മെയിൽ ഗമീറ്റിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജുകളിൽ മൈക്രോസ്പോറോജനസിസും മെയിൽ ഗമറ്റോഫൈറ്റും അടങ്ങിയിരിക്കുന്നു. അറേഞ്ച് ദ ഫോളോയിങ് ടേംസ് ഇൻ ദെയർ കറക്റ്റ് ഡെവലപ്മെൻറ്റൽ സീക്വൻസ്. തുടർന്ന് വരുന്ന ടേംസ് അവയുടെ ശരിയായിട്ടുള്ള ഡെവലപ്മെൻറ്റൽ സീക്വൻസിൽ എഴുതുക. പോളൻ ഗ്രെയിൻ, സ്പോറോജീനസ് ടിഷ്യൂ, ആന്തർ, മൈക്രോസ്പോർ ടെട്രാഡ്, പോളൻ മദർ സെൽ, മെയിൽ ഗമീറ്റ്സ്. അപ്പോൾ ഇതിൽ ആദ്യം ആന്തറാണ് വരിക. ആന്തറിനുള്ളിൽ സ്പോറോജീനസ് ടിഷ്യൂ ഉണ്ട്. ഈ സ്പോറോജീനസ് ടിഷ്യൂ പിന്നീട് പോളൻ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യും. പോളൻ മദർ സെല്ല് പിന്നീട് മിയോട്ടിക് ഡിവിഷൻ വിധേയമാവും. അങ്ങനെ മൈക്രോസ്പോർസ് ഉണ്ടാവും, മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടാവും. മൈക്രോസ്പോർ ടെട്രാഡ് പിന്നീട് പോളൻ ഗ്രെയിനായിട്ട് മാറും. പോളൻ ഗ്രെയിനുള്ളിലാണ് മെയിൽ ഗമീറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ആ സീക്വൻസ് ആന്തർ, ദെൻ സ്പോറോജീനസ് ടിഷ്യൂ, പോളൻ മദർ സെൽ, മൈക്രോസ്പോർ ടെട്രാഡ്, പോളൻ ഗ്രെയിൻ, ദെൻ ഫൈനലി മെയിൽ ഗമീറ്റ്. ഫോർത്ത് ക്വസ്റ്റ്യൻ: ദ ഡെവലപ്മെൻറ്റ് ഓഫ് പോളൻ ഗ്രെയിൻസ് ഇൻ ആൻജിയോസ്പേം ഈസ് കോൾഡ് ഡാഷ്. ആൻജിയോസ്പേംസിൽ പോളൻ ഗ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിന് പറയുന്ന പേരെന്താണെന്ന്? മൈക്രോസ്പോറോജനസിസ്, എംബ്രിയോജനസിസ്, മെഗാസ്പോറോജനസിസ്, ഗമറ്റോജനസിസ്. പോളൻ ഗ്രെയിൻ ഉണ്ടാകുന്നതിന് പറയുന്ന പേരാണ് മൈക്രോസ്പോറോജനസിസ്. പോളൻ ഗ്രെയിനിന് പറയുന്ന മറ്റൊരു പേരാണ് മൈക്രോസ്പോർസ്. മൈക്രോസ്പോർസ് ഉണ്ടാകുന്നതിന് പറയുന്ന പേരാണ് മൈക്രോസ്പോറോജനസിസ്. സോ ആൻസർ മൈക്രോസ്പോറോജനസിസ്. എംബ്രിയോജനസിസ് എന്ന് പറഞ്ഞാൽ എംബ്രിയോ ഫോം ചെയ്യുന്നതിനെയാണ്. മെഗാസ്പോറോജനസിസ് എന്ന് പറയുന്നത് മെഗാസ്പോർസ് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ്. ഗമറ്റോജനസിസ് എന്ന് പറയുന്നത് ഗമീറ്റ് ഫോം ചെയ്യുന്നതിനെയാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: മാച്ച് ദ ഫോളോയിങ്. എ കോളത്തിൽ പോളൻ, മൊണീഷ്യസ്, എൻഡോസ്പേം, ഫീമെയിൽ ഗമറ്റോഫൈറ്റ്. ബി കോളത്തിൽ മോണോകാർപ്പലറി, ഡിപ്ലോയിഡ്, എംബ്രിയോസാക്, ഹാപ്ലോയിഡ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവർ ഓൺ ദി സെയിം പ്ലാന്റ്, ട്രിപ്പിൾ ഫ്യൂഷൻ. അപ്പോൾ ഇതിൽ പോളൻ ഗ്രെയിനിന് ബാധകമായിട്ടുള്ളത് ഹാപ്ലോയിഡ് ആണ് പോളൻ ഗ്രെയിൻ. മൊണീഷ്യസ് എന്ന് പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവർ ഓൺ ദി സെയിം പ്ലാന്റ്. എൻഡോസ്പേം ട്രിപ്പിൾ ഫ്യൂഷൻ വഴിയാണ് എൻഡോസ്പേം ഉണ്ടാകുന്നത്. സോ ട്രിപ്പിൾ ഫ്യൂഷൻ. ഫീമെയിൽ ഗമറ്റോഫൈറ്റ് എംബ്രിയോസാക് ആണ് ഫീമെയിൽ ഗമറ്റോഫൈറ്റ്. സോ ആൻസർ പോളൻ, ഹാപ്ലോയിഡ്, മൊണീഷ്യസ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവർ ഓൺ ദ സെയിം പ്ലാന്റ്, എൻഡോസ്പേം, ട്രിപ്പിൾ ഫ്യൂഷൻ, ഫീമെയിൽ ഗമറ്റോഫൈറ്റ്, എംബ്രിയോസാക്. The next question: the diagrammatic view of a typical anatropous ovule is shown below. ഒരു ടിപ്പിക്കലായിട്ടുള്ള അനാട്രോപ്പസ് ഒവ്യൂളിൻ്റെ ഡയഗ്രാമാറ്റിക് വ്യൂ താഴെ തന്നിരിക്കുന്നു. കോപ്പി ദ ഡയഗ്രാം ആൻഡ് ലാബൽ ദ അൺലാബൽഡ് പാർട്സ്. ഡയഗ്രാം കോപ്പി ചെയ്യുക, അൺലാബൽഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ ലാബൽ ചെയ്യാം. അപ്പോൾ ഈ ഡയഗ്രാം വരയ്ക്കണം. അതിൽ 1 എന്ന് പറയുന്നത് ഇവിടെ ചലാസൽ എൻഡാണ് കാണിച്ചിരിക്കുന്നത്. ദെൻ 2 അവിടെ തന്നിരിക്കുന്നു എംബ്രിയോസാക്ക്, 3 ഇന്നർ ഇൻറ്റഗ്യുമെൻ്റ് ആണ്, 4 ഔട്ടർ ഇൻറ്റഗ്യുമെൻറ്റ്, 5 മൈക്രോപൈലാണ് സുഷിരം, 6 ഫ്യൂണിക്കിളാണ്.
So answer chalaza, embryo sac, inner integument, outer integument, microbile, funiculus. Next question. Egg cell formation in angiosperms involves megasporogenesis and female gametophyte development. ആൻജിയോസ്പേമിൽ എഗ് സെല്ലിൻ്റെ ഫോർമേഷനിൽ മെഗാസ്പോറോജനസിസും അതുപോലെ തന്നെ ഫീമെയിൽ ഗമറ്റോഫൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റും അടങ്ങിയിരിക്കുന്നു. ക്വസ്റ്റ്യൻ എ, ബ്രീഫ്ലി റൈറ്റ് ദ വാരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഫീമെയിൽ ഗമറ്റോഫൈറ്റ് ഡെവലപ്മെൻറ്റ്. ഫീമെയിൽ ഗമറ്റോഫൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റിൽ അടങ്ങിയിരിക്കുന്ന വിവിധ സ്റ്റെപ്പുകൾ ചുരുക്കി എഴുതുക. അപ്പോൾ ഫീമെയിൽ ഗമറ്റോഫൈറ്റ് ഉണ്ടാവുന്നത് മെഗാസ്പോർ മദർ സെല്ല് മിയോട്ടിക് ഡിവിഷൻ വഴി മെഗാസ്പോഴ്സ് ഉണ്ടാവും. 4 മെഗാസ്പോഴ്സ് ഉണ്ടാവും. ഈ 4 ഒരെണ്ണം മാത്രം ഫങ്ഷണൽ മെഗാസ്പോറായിട്ട് ആക്ട് ചെയ്യുന്നു. ഈ ഫങ്ഷണൽ മെഗാസ്പോറാണ് എംബ്രിയോ സാക്കായിട്ട് അല്ലെങ്കിൽ ഫീമെയിൽ ഗമറ്റോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. മെച്യൂർ ആൻജിയോസ്പേം എംബ്രിയോ സാക്ക് അറ്റ് മെച്യൂരിറ്റി ദോ 8 ന്യൂക്ലിയേറ്റഡ് ഈസ് 7 സെൽഡ്. മെച്യൂർ ആയിട്ടുള്ള എംബ്രിയോ സാക്ക് 8 ന്യൂക്ലിയസുകൾ ഉണ്ടെങ്കിൽ പോലും 7 സെല്ലുകളേ ഉള്ളൂ. വാട്ട് ഈസ് യുവർ എക്സ്പ്ലനേഷൻ റിലേറ്റഡ് ടു ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ഈ പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളുടെ വിശദീകരണം എന്താണ്? എക്സ്പ്ലെയിൻ, വിശദീകരിക്കുക. അപ്പോൾ മെച്യൂർ എംബ്രിയോ സാക്കിൽ 7 സെല്ലുകളും 8 ന്യൂക്ലിയസുകളുമാണുള്ളത്. 7 സെല്ലുകളെന്ന് പറയുന്നത് 3 ആൻറ്റിപോഡൽസ്, 3 എഗ് അപ്പാറ്റസ്, 3 3 6, ദെൻ ഒരു വലിയ സെൻട്രൽ സെല്ല്, അങ്ങനെ 7. എഗ് അപ്പാറ്റസിൻ്റെയും അതുപോലെ തന്നെ ആൻറ്റിപോഡൽസിൻ്റെയും 6 ന്യൂക്ലിയസുകൾ പ്ലസ് സെൻട്രൽ സെല്ലിന് 2 പോളാർ ന്യൂക്ലിയസുകൾ ഉണ്ടായിരിക്കും. 6ഉം 2ഉം 8, അങ്ങനെ 8 ന്യൂക്ലിയസുകൾ ഉണ്ടായിരിക്കും. സോ ആൻസർ എ, മെഗാസ്പോർ മദർ സെൽ അണ്ടർഗോസ് മിയോട്ടിക് ഡിവിഷൻ റിസൾട്ട്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് 4 മെഗാസ്പോർസ്. മെഗാസ്പോർ മദർ സെല്ല് മിയോട്ടിക് ഡിവിഷന് വിധേയമാകുന്നതിന് ഫലമായിട്ട് 4 മെഗാസ്പോർസ് ഫോം ചെയ്യുന്നു. ഇൻ മെജോറിറ്റി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, മിക്കവാറും ഫ്ലവറിംഗ് പ്ലാന്റ്സിലും 1 ഓഫ് ദി മെഗാസ്പോർ ഈസ് ഫങ്ഷണൽ. മെഗാസ്പോറുകളിൽ ഒരെണ്ണം മാത്രമാണ് ഫങ്ഷണൽ. വൈൽ ദി അതർ 3 ഡീജനറേറ്റ്, അതേസമയം മറ്റു 3 എണ്ണം നശിച്ചു പോകുന്നു. ദി ഫങ്ഷണൽ മെഗാസ്പോർ ഡെവലപ്സ് ഇൻ ടു ദ ഫീമെയിൽ ഗമറ്റോഫൈറ്റ്. ഫങ്ഷണൽ മെഗാസ്പോർ ഫീമെയിൽ ഗമറ്റോഫൈറ്റ് അഥവാ എംബ്രിയോ സാക്കായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ബി, 2 polar nuclei situated below the egg apparatus in the large central cell. വലിയ സെൻട്രൽ സെല്ലിൽ എഗ് അപ്പാറ്റസിന് താഴെയായും കൊണ്ട് 2 പോളാർ ന്യൂക്ലിയസുകൾ കാണാം. 3 സെൽസ് ആർ ഗ്രൂപ്പ്ഡ് അറ്റ് ദ മൈക്രോപൈലാർ എൻഡ്. മൈക്രോപൈലാർ എൻഡിൽ 3 സെല്ലുകൾ കാണാം. ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ എഗ് അപ്പാറ്റസ്. അതിന് എഗ് അപ്പാറ്റസ് എന്നാണ് പറയാം. ദ എഗ് അപ്പാറ്റസ് കൺസിസ്റ്റ് ഓഫ് 2 സൈനർജിഡ്സ് ആൻഡ് 1 എഗ് സെൽ. എഗ് അപ്പാറ്റസിൽ 2 സൈനർജിഡ്സും 1 എഗ് സെല്ലും കാണാം. 3 cells at the chalazal end are called antipodals. ചലാസൽ എൻഡിലുള്ള 3 സെല്ലുകളെ ആൻറ്റിപോഡൽസ് എന്ന് പറയും. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ട് ഇൻ എ ഫ്ലവർ ഈസ് ഹാപ്ലോയിഡ്? താഴെ തന്നിരിക്കുന്നതിൽ ഫ്ലവറിൻ്റെ ഏത് ഭാഗമാണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ളത്? ആന്ത്രവാള് ഡിപ്ലോയിഡ് ആണ്, പോളൻ മദർ സെല്ല് ഡിപ്ലോയിഡ് ആണ്, സൈനർജിഡ് ആണ് ഹാപ്ലോയിഡ് ഉള്ളത്, സെക്കൻഡറി ന്യൂക്ലിയസും ഡിപ്ലോയിഡ് ആണ്. സോ ആൻസർ സൈനർജിഡ്. Rija, a science student, observed the structure of mature embryo sac comprising antipodals, central cells and egg apparatus. Antipodals, central cells, egg apparatus അടങ്ങിയിട്ടുള്ള ഒരു മെച്യൂർ എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ സയൻസ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള റീജ നിരീക്ഷിച്ചു. എക്സ്പ്ലെയിൻ ഈച്ച് വൺ ഓഫ് ദം. ഓരോന്നും എന്താണെന്ന് വിശദീകരിക്കാം. ആൻറ്റിപോഡൽസ് എന്ന് പറഞ്ഞാൽ ചലാസൽ എൻഡിലുള്ള 3 സെല്ലുകളാണ്. എഗ് അപ്പാറ്റസ് എന്ന് പറയുന്നത് എംബ്രിയോ സാക്കിൻ്റെ മൈക്രോപൈലാർ എൻഡിൽ കാണുന്ന 3 സെല്ലുകളാണ്. അതിൽ 1 എഗ്ഗും 2 സൈനർജിഡ്സും കാണാം. സെൻട്രൽ സെൽ എന്ന് പറഞ്ഞാൽ എംബ്രിയോ സാക്കിൻ്റെ ഏറ്റവും വലിയ സെല്ലാണ്. അതിൽ ഈ ആൻറ്റിപോഡൽസും എഗ് അപ്പാറ്റസും അതുപോലെ പോളാർ ന്യൂക്ലിയസുകളും കാണാം. സോ ആൻസർ ആൻറ്റിപോഡൽസ്. 3 cells ഓഫ് എംബ്രിയോ സാക്ക് അറ്റ് ചലാസൽ എൻഡ്. ചലാസൽ എൻഡിലുള്ള എംബ്രിയോ സാക്കിൻ്റെ 3 സെല്ലുകളാണ്. എഗ് അപ്പാറ്റസ് 3 cells ഓഫ് എംബ്രിയോ സാക്ക് അറ്റ് ദി മൈക്രോപൈലാർ എൻഡ്. എംബ്രിയോ സാക്കിൻ്റെ മൈക്രോപൈലാർ എൻഡിലുള്ള 3 സെല്ലുകളാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 സൈനർജിഡ്സ് ആൻഡ് 1 എഗ് സെൽ. അതിൽ 2 സൈനർജിഡ്സും 1 എഗ് സെല്ലുമാണുള്ളത്. സെൻട്രൽ സെൽ, ദ ലാർജസ്റ്റ് സെൽ ഓഫ് എംബ്രിയോ സാക്ക് കൺസിസ്റ്റിംഗ് ഓഫ് പോളാർ ന്യൂക്ലിയൈ, എഗ് അപ്പാറ്റസ് ആൻഡ് ആൻറ്റിപോഡൽസ്.
പോളാർ ന്യൂക്ലിയസുകൾ, എഗപ്പാറ്റസ്, ആൻറ്റിപോഡൽസ് എന്നിവ അടങ്ങിയിട്ടുള്ള എംബ്രിയോ സാക്കിൻ്റെ ഏറ്റവും വലിയ സെല്ലിനെയാണ് സെൻട്രൽ സെൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഓഫ് ദി പ്ലാന്റ്സ് പ്രൊഡ്യൂസ് സിംഗിൾ ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ്. മിക്കവാറും സസ്യങ്ങളും ഒരേ ടൈപ്പ് ഫ്ലവേഴ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ വയോള, കൊമേലിന ആൻഡ് ഓക്സാലിസ് പ്രൊഡ്യൂസ് 2 ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ്. പക്ഷേ വയോള, കൊമേലിന, ഓക്സാലിസ് അഥവാ പുളിയാറൽ പോലെയൊക്കെയുള്ള സസ്യങ്ങൾ 2 തരം ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എക്സ്പ്ലെയിൻ, വിശദീകരിക്കാം. 2 തരത്തിലുള്ള പൂക്കൾ എന്ന് പറയുന്നത് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സും കാസ്മോഗാമസ് ഫ്ലവേഴ്സുമാണ്. ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവ ഓപ്പൺ ചെയ്യില്ല, വിടരില്ല. അതേസമയം സാധാരണ വിടരുന്ന പൂക്കളെയാണ് കാസ്മോഗാമസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. സോ ആൻസർ ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സ് വിച്ച് ഡു നോട്ട് ഓപ്പൺ, വിടരാത്ത പൂക്കൾ. കാസ്മോഗാമസ് ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സ് വിച്ച് ഓപ്പൺ, വിടരുന്ന പൂക്കൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ ഇൻ ദ ഡയഗ്രാം ഷോസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ്. താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ പോളൻ ഗ്രെയിൻസിൻ്റെ ട്രാൻസ്ഫർ ആണ് കാണിക്കുന്നത്. ഐഡൻറ്റിഫൈ എ ആൻഡ് ബി വിത്ത് ടെക്നിക്കൽ ടേംസ്. എയും ബിയും ടെക്നിക്കൽ ടേംസോടെ കണ്ടെത്തുക. ഇപ്പോൾ എ എന്ന് പറയുന്നത് ഓട്ടോഗമിയാണ്, കാരണം പോളൻ ഗ്രെയിൻസ് അതേ ഫ്ലവറിൽ തന്നെയാണ് വന്ന് പതിക്കുന്നത്. അതേസമയം ബി എന്ന് പറയുന്നത് ഗൈറ്റ്നോഗമിയാണ്. അതേ പ്ലാന്റിൽ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്കാണ് പോളൻ ഗ്രെയിൻസ് എന്ന് പതിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്രിറ്റിക്കലി ഇവാലുവേറ്റ് എ ആൻഡ് ബി. എ ആൻഡ് ബി ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ. അപ്പോൾ എന്തുകൊണ്ട് എ ഓട്ടോഗമിയെ, എന്തുകൊണ്ട് ബി ഗൈറ്റ്നോഗമി എന്ന് എഴുതാം. സോ ആൻസർ എ ഓട്ടോഗമി, ബി ഗൈറ്റ്നോഗമി. ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഫ്രം ആന്തർ ടു ദി സ്റ്റിഗ്മ ഓഫ് ദി സെയിം ഫ്ലവർ. അതേ പൂവിൻ്റെ ആന്തറിൽ നിന്ന് അതേ പൂവിൻ്റെ സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഓട്ടോഗമി എന്ന് പറയും. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് എ ഡിഫറെൻറ്റ് ഫ്ലവർ ഓൺ ദി സെയിം പ്ലാന്റ് ഈസ് കോൾഡ് ഗൈറ്റ്നോഗമി. ഗൈറ്റ്നോഗമി എന്ന് പറയുന്നത് ആന്തറിൽ നിന്നും പോളൻ ഗ്രെയിൻസ് അതേ പ്ലാന്റിൽ തന്നെ മറ്റൊരു പൂവിൻ്റെ സ്റ്റിഗ്മയിൽ പതിക്കുകയാണെങ്കിൽ അതിനെയാണ് ഗൈറ്റ്നോഗമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when the pollen is transferred from anther to stigma of the same flower. ആന്തറിൽ നിന്നും പോളൻ ഗ്രെയിൻസ് അതേ പൂവിൻ്റെ തന്നെ സ്റ്റിഗ്മയിൽ പതിക്കുകയാണെങ്കിൽ the pollination is called autogamy. പോളിനേഷന് ഓട്ടോഗമി എന്ന് പറയുന്നു. എ, ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ആർ ഇൻവാരിയബിളി ഓട്ടോഗാമസ്. ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ഓട്ടോഗാമസ് മാത്രമാണ്. എക്സ്പ്ലെയിൻ, വിശദീകരിക്കാം. ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ഒരിക്കലും വിടരില്ല, അതുകൊണ്ട് പുറത്തുനിന്ന് പോളൻ ഗ്രെയിൻസ് അകത്തേക്ക് വരാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ ഓട്ടോഗമി മാത്രമേ നടക്കുകയുള്ളൂ. ഗൈറ്റ്നോഗമി ഈസ് ഫങ്ഷണലി ക്രോസ് പോളിനേഷൻ. ഗൈറ്റ്നോഗമി ഫങ്ഷണലി ക്രോസ് പോളിനേഷൻ ആണ്, ബട്ട് ജനറ്റിക്കലി സിമിലർ ടു ഓട്ടോഗമി. പക്ഷേ ജനിതകപരമായിട്ട് ഓട്ടോഗമിക്ക് സാമ്യമാണ്. ജസ്റ്റിഫൈ ദി സ്റ്റേറ്റ്മെൻറ്റ്, ഈ പ്രസ്താവന ന്യായീകരിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഫങ്ഷണലി ക്രോസ് പോളിനേഷൻ ആണ്, കാരണം ഒരു ഫ്ലവറിൻ്റെ ആന്തറിൽ നിന്ന് മറ്റൊരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. പക്ഷെ ജനിതകപരമായിട്ട് ഓട്ടോഗമി തന്നെയാണ്, കാരണം അതേ പ്ലാന്റിൻ്റെ തന്നെ മറ്റൊരു ഫ്ലവറിലേക്കാണ് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനിതകപരമായിട്ട് വ്യത്യാസമില്ല. എ, ഇൻ ദീസ് ഫ്ലവേഴ്സ് ഡു നോട്ട് ഓപ്പൺ. ഇതിൽ പൂക്കൾ വിടരുന്നില്ല. പോളൻ ഫാൾസ് ടു ദ സ്റ്റിഗ്മ ഓഫ് ദി സെയിം ഫ്ലവർ. അതുകൊണ്ട് അതേ ഫ്ലവറിൻ്റെ തന്നെ സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് പതിക്കുന്നു. ഗൈറ്റ്നോഗമി ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദി ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് ദി സെയിം പ്ലാന്റ്. ഗൈറ്റ്നോഗമി എന്ന് പറയുന്ന ആന്തറിൽ നിന്നും പോളൻ ഗ്രെയിൻസ് അതേ പ്ലാന്റിൻ്റെ തന്നെ മറ്റൊരു പൂവിൽ ചെന്ന് പതിക്കുന്നു. ഫങ്ഷണലി ഗൈറ്റ്നോഗമി ഈസ് എ ടൈപ്പ് ഓഫ് ക്രോസ് പോളിനേഷൻ. ഫങ്ഷണലി ഗൈറ്റ്നോഗമി ഒരു ടൈപ്പ് ക്രോസ് പോളിനേഷനാണ്. ബട്ട് ഇറ്റ് ഈസ് ജനറ്റിക്കലി സിമിലർ ടു ഓട്ടോഗമി. പക്ഷേ അത് ജനിതകപരമായിട്ട് ഓട്ടോഗമിക്ക് സാമ്യമാണ്. സിൻസ് ദ പോളൻ ഗ്രെയിൻസ് കം ഫ്രം ദി സെയിം പ്ലാന്റ്. കാരണം പോളൻ ഗ്രെയിൻസ് അതേ പ്ലാന്റിൽ നിന്ന് തന്നെ വരുന്നതിനാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ആർ സപ്ലൈഡ് വിത്ത് 3 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് സച്ച് ആസ് മെയ്സ്, വാലിസ്നേറിയ ആൻഡ് റോസ്. നിങ്ങൾക്ക് മെയ്സ്, വാലിസ്നേറിയ, റോസ് എന്നീ പൂക്കൾ നൽകിയിരിക്കുന്നു. ആൻഡ് ദേ ഹാവ് ഡിഫറെൻറ്റ് പോളിനേറ്റിംഗ് ഏജൻറ്റ്സ്. അവയ്ക്ക് വ്യത്യസ്ത പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് ആണുള്ളത്. എ, ഡിഫറൻഷിയേറ്റ് ദ ടൈപ്പ് ഓഫ് പോളിനേഷൻ. ഏത് ടൈപ്പ് പോളിനേഷൻ ആണെന്ന് വേർതിരിക്കുക.
മെയ്സിൽ വിൻഡ് പോളിനേഷനാണ്, വാലിസ്നേറിയയിൽ വാട്ടർ പോളിനേഷനാണ്, റോസിൽ ഇൻസെക്റ്റ് പോളിനേഷനാണ്. റൈറ്റ് ദെയർ വാരിയസ് അഡാപ്റ്റബിലിറ്റി ഇൻ ദ പ്ലാന്റ് സ്യൂട്ടഡ് ടു പോളിനേഷൻ. പോളിനേഷന് യോജിച്ച പ്ലാന്റിലുള്ള അഡാപ്റ്റബിലിറ്റി എഴുതുക. അപ്പോൾ പൂക്കളുടെ പ്രത്യേകതകൾ ഓരോ പോളിനേഷന് യോജിച്ചത് എഴുതാം. വിൻഡ് പോളിനേഷൻ ആണെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഭാരം കുറവായിരിക്കും, വെൽ എക്സ്പോസ്ഡ് ആന്തർ ആയിരിക്കും, സ്റ്റിഗ്മ ഫെദറി ആണ്, പോളൻ ഗ്രെയിൻസ് നോൺ സ്റ്റിക്കി ആണ്. വാലിസ്നേറിയയിൽ പോളൻ ഗ്രെയിൻസിനെ കവർ ചെയ്തുകൊണ്ട് മ്യൂസിലേജിനസ് കവറിങ് കാണാം. റോസിലാണെങ്കിൽ ഫ്ലവേഴ്സ് അട്രാക്റ്റീവ് ആണ്, ബ്യൂട്ടിഫുൾ ആണ്, കളർഫുൾ ആണ്, ഫ്രാഗ്രൻസ് പ്രൊഡ്യൂസ് ചെയ്യും, നെക്ടർ പ്രൊഡ്യൂസ് ചെയ്യും. സോ ആൻസർ മെയ്സിൽ വിൻഡ് പോളിനേഷൻ, വാലിസ്നേറിയ വാട്ടർ പോളിനേഷൻ, റോസ് ഇൻസെക്റ്റ് പോളിനേഷൻ. ഇൻ മെയ്സ് പോളൻ ഗ്രെയിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. മെയ്സിൽ പോളൻ ഗ്രെയിൻസ് ധാരാളം അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇൻ വാലിസ്നേറിയ പോളൻ ഗ്രെയിൻസ് ആർ സറൗണ്ടഡ് ബൈ മ്യൂസിലേജിനസ് ലെയർ ടു പ്രിവെൻറ്റ് ഫ്രം വെറ്റിംഗ്. വാലിസ്നേറിയയിൽ പോളൻ ഗ്രെയിൻസ് മ്യൂസിലേജിനസ് ലെയർ കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു, വെറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, തടയാൻ വേണ്ടിയിട്ട്. ഇൻ റോസ് ദ ഫ്ലവേഴ്സ് ആർ ബ്രൈറ്റ്ലി കളേർഡ്. റോസിൽ ഫ്ലവേഴ്സ് ഭംഗിയുള്ള നിറമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൺഫ്ലവർ ഈസ് പോളിനേറ്റഡ് ബൈ ഇൻസെക്ട്സ്. സൺഫ്ലവർ സൂര്യകാന്തി ഇൻസെക്ട്സ് മുഖാന്തരം പരാഗണം നടക്കപ്പെടുന്നു. വൈൽ റൈസ് ഈസ് പോളിനേറ്റഡ് ബൈ വിൻഡ്. അതേസമയം നെല്ലിൽ കാറ്റ് മൂലം പരാഗണം നടക്കപ്പെടുന്നു. ഹൗ ദീസ് പ്ലാന്റ്സ് ആർ അഡാപ്റ്റഡ് ടു ദെയർ റെസ്പെക്റ്റീവ് ടൈപ്പ് ഓഫ് പോളിനേഷൻ മെത്തേഡ്. എങ്ങനെയാണ് പ്ലാന്റ്സ് അവയുടെ റെസ്പെക്റ്റീവ് ടൈപ്പ് ഓഫ് പോളിനേഷൻ മെത്തേഡുമായിട്ട് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്? ഹിൻറ്റ്, എനി 4 പോയിൻറ്റ്സ്, ഏതെങ്കിലും 4 പോയിൻറ്റ്സ്. നേരത്തെ പറഞ്ഞതാണ്, റൈസിലാണെങ്കിൽ വിൻഡ് പോളിനേഷനാണ്, സൺഫ്ലവറിൽ ഇൻസെക്റ്റ് പോളിനേഷനാണ്. അപ്പോൾ അതിൻ്റെ അഡാപ്റ്റേഷൻസ് എഴുതാം. ബി, പ്ലാന്റ്സ് ക്യാൻ ബി സെൽഫ് ഓർ ക്രോസ് പോളിനേറ്റഡ്. പ്ലാന്റ്സ് സെൽഫ് പോളിനേഷൻ നടക്കാം, ക്രോസ് പോളിനേഷൻ നടക്കാം. റൈറ്റ് എനി 2 മെക്കാനിസംസ് എക്സിസ്റ്റ് ഇൻ നേച്ചർ ടു പ്രൊമോട്ട് ക്രോസ് പോളിനേഷൻ. ക്രോസ് പോളിനേഷൻ പ്രൊമോട്ട് ചെയ്യാൻ പ്രകൃതിയിലുള്ള ഏതെങ്കിലും 2 മെക്കാനിസംസ് എഴുതാം. സോ ആൻസർ എ, അഡാപ്റ്റേഷൻസ് ഓഫ് വിൻഡ് പോളിനേഷൻ. വിൻഡ് പോളിനേഷൻ്റെ അഡാപ്റ്റേഷൻസ്. നമ്പർ 1, ദ പോളൻ ഗ്രെയിൻസ് ആർ ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി. പോളൻ ഗ്രെയിൻസ് ഭാരം കുറവാണ്, നോൺ സ്റ്റിക്കിയാണ്, ഒട്ടിപ്പിടിക്കാത്തതാണ്. സെക്കൻഡ് വൺ, വെൽ എക്സ്പോസ്ഡ് സ്റ്റേമെൻസ് ആൻഡ് ഫെദറി സ്റ്റിഗ്മ. സ്റ്റേമെൻസ് വെൽ എക്സ്പോസ്ഡ് ആണ്, സ്റ്റിഗ്മ തൂവൽ പോലെയാണ്. അഡാപ്റ്റേഷൻസ് ഫോർ ഇൻസെക്റ്റ് പോളിനേഷൻ. ഇൻസെക്റ്റ് പോളിനേഷൻ്റെ അഡാപ്റ്റേഷൻസ്. ഫ്ലവേഴ്സ് ആർ ലാർജ്, കളർഫുൾ, ഫ്രാഗ്രൻറ്റ് ആൻഡ് റിച്ച് ഇൻ നെക്ടർ. പൂക്കൾ വലുതാണ്, നിറമുള്ളതാണ്, സുഗന്ധം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, പൂന്തേൻ സമ്പന്നമാണ്. ദെൻ ക്രോസ് പോളിനേഷൻ പ്രൊമോട്ട് ചെയ്യാനുള്ള അഡാപ്റ്റേഷൻസ്. നമ്പർ 1, പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഉൽപ്പാദിപ്പിക്കൽ. ആന്തർ ആൻഡ് സ്റ്റിഗ്മ ആർ പ്ലേസ്ഡ് അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻസ്. ആന്തറും സ്റ്റിഗ്മയും വ്യത്യസ്ത സ്ഥാനങ്ങളിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സ് എവോൾവ്ഡ് ആൻ അറേ ഓഫ് അഡാപ്റ്റേഷൻസ് ടു അച്ചീവ് പോളിനേഷൻ. പോളിനേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ധാരാളം അഡാപ്റ്റേഷൻസ് പരിണമിച്ചിരിക്കുന്നു. എക്സ്പ്ലെയിൻ പോളിനേഷൻ. പോളിനേഷൻ എന്താണെന്ന് വിശദീകരിക്കുക. പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ആന്തറിൽ നിന്നും പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. പോയിൻ്റ് ഔട്ട് അഡാപ്റ്റേഷൻസ് ഫൗണ്ട് ഇൻ ഫ്ലവേഴ്സ് ഫോർ ഇൻസെക്റ്റ് പോളിനേഷൻ ആൻഡ് വിൻഡ് പോളിനേഷൻ. ഇൻസെക്റ്റ് പോളിനേഷനും വിൻഡ് പോളിനേഷനും ഫ്ലവേഴ്സിലുള്ള അഡാപ്റ്റേഷൻ സൂചിപ്പിക്കുക. ഇത് കുറേ പ്രാവശ്യം പറഞ്ഞതാണ്. ഇലിസ്ട്രേറ്റ് പോളിനേഷൻ ഇൻ വാലിസ്നേറിയ. വാലിസ്നേറിയയിലുള്ള പോളിനേഷൻ വിശദീകരിക്കുക. വാലിസ്നേറിയയിൽ വാട്ടർ പോളിനേഷനാണ് നടക്കുന്നത്, വെള്ളത്തിലാണ് ഈ പ്ലാന്റ് കാണുന്നത്. ഇതിൻ്റെ ഫീമെയിൽ ഫ്ലവേഴ്സിന് ഒരു ലോങ് സ്റ്റോക്ക് ഉണ്ടായിരിക്കും, അതുവഴി ഫീമെയിൽ ഫ്ലവർ വാട്ടർ സർഫസിൽ എത്തിച്ചേരുന്നു. മെയിൽ ഫ്ലവേഴ്സ് പ്ലാന്റിൻ്റെ ബേസിലാണ് കാണുക. മെച്ചുറായി കഴിഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ മെയിൽ ഫ്ലവേഴ്സ് ഭാരം കുറവായതിനാൽ വാട്ടർ സർഫസിൽ എത്തിച്ചേരും. അങ്ങനെ വാട്ടർ സർഫസിൽ വെച്ചുകൊണ്ട് പോളിനേഷൻ നടക്കുന്നു. ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ഈസ് വൺ ഓഫ് ദി മേജർ അപ്രോച്ചസ് ഫോർ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം. ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിലെ പ്രധാനപ്പെട്ട ഒരു അപ്രോച്ചാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, കൃത്രിമ വർഗ്ഗസങ്കരണം.
ഇൻ സച്ച് ക്രോസസ്, അത്തരത്തിലുള്ള ക്രോസുകളിൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അവോയ്ഡ് അൺവാണ്ടഡ് പോളൻ. നമ്മൾ ആഗ്രഹിക്കാത്ത പോളൻ ഗ്രെയിൻസിനെ ഒഴിവാക്കൽ ഇവിടെ പ്രാധാന്യമാണ്. എക്സ്പ്ലെയിൻ ഹൗ ക്യാൻ വി പ്രൊട്ടക്ട് സ്റ്റിഗ്മ ഫ്രം അൺവാണ്ടഡ് പോളൻ. അൺവാണ്ടഡ് പോളനിൽ നിന്നും സ്റ്റിഗ്മയെ നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം? ബാഗിങ്ങിലൂടെ. ഹൗ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ക്യാൻ ബി പെർഫോംഡ്. കൃത്രിമ പരാഗണം എങ്ങനെ നിർവഹിക്കാം? അപ്പോൾ ആദ്യമായിട്ട് ഫീമെയിൽ പാരൻറ്റിൽ നിന്ന് നമുക്ക് ആന്തർ റിമൂവ് ചെയ്യണം. ഇതിനെ ഇമാസ്കുലേഷൻ എന്ന് പറയുന്നു. പിന്നെ ബാഗിങ് ചെയ്യുന്നു. ദെൻ മെയിൽ പാരൻറ്റിൽ നിന്നും പോളൻ ഗ്രെയിൻസ് ഒരു ബ്രഷ് വഴി കളക്ട് ചെയ്യുന്നു. അങ്ങനെ ഫീമെയിൽ പാരൻറ്റിൻ്റെ ഫ്ലവറിൻ്റെ ബാഗ് തുറക്കുന്നു. സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് ഡസ്റ്റ് ചെയ്യുന്നു. സോ ആൻസർ, എയുടെ ആൻസർ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് എ പിസ്റ്റിൽ. ആന്തറിൽ നിന്നും പോളൻ ഗ്രെയിൻസ് പിസ്റ്റിലിൻ്റെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. വിൻഡ് പോളിനേഷൻ്റെയും അതുപോലെ തന്നെ ഇൻസെക്റ്റ് പോളിനേഷൻ്റെയും അഡാപ്റ്റേഷൻസ് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. ദെൻ വാലിസ്നേറിയയിലെ പോളിനേഷൻ. ഇൻ വാലിസ്നേറിയയിൽ ദ ഫീമെയിൽ ഫ്ലവർ റീച്ച് ദ സർഫസ് ഓഫ് വാട്ടർ ബൈ എ ലോങ് സ്റ്റോക്ക്. ഫീമെയിൽ ഫ്ലവർ ജലോപരിതലത്തിലേക്ക് ഒരു ലോങ് സ്റ്റോക്ക് മുഖാന്തരം എത്തിച്ചേരുന്നു. ആൻഡ് ദ മെയിൽ ഫ്ലവേഴ്സ് ഓർ പോളൻ ഗ്രെയിൻസ് ആർ റിലീസ്ഡ് ഓൺ ടു ദ സർഫസ് ഓഫ് വാട്ടർ. മെയിൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് വാട്ടർ സർഫസിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു. ദ ആന്തേഴ്സ് ഇവൻച്വലി റീച്ച് ദ ഫീമെയിൽ ഫ്ലവേഴ്സ് ആൻഡ് സ്റ്റിഗ്മ. ക്രമേണ ആന്തേഴ്സ് ഫീമെയിൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ സ്റ്റിഗ്മയിലേക്ക് എത്തിച്ചേരുന്നു. ഓർ ക്വസ്റ്റ്യനിൽ അൺവാണ്ടഡ് പോളനിൽ നിന്നും സ്റ്റിഗ്മയെ എങ്ങനെ സംരക്ഷിക്കാം? ഇറ്റ് ഈസ് കവേർഡ് വിത്ത് എ ബാഗ് ഓഫ് സ്യൂട്ടബിൾ സൈസ്. അനുയോജ്യമായ വലുപ്പത്തിലുള്ള ഒരു ബാഗ് കൊണ്ട് അതിനെ കവർ ചെയ്യുന്നു. ടു പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ ഓഫ് ഇറ്റ് സ്റ്റിഗ്മ വിത്ത് അൺവാണ്ടഡ് പോളൻ. അൺവാണ്ടഡ് ആയിട്ടുള്ള പോളൻ കൊണ്ട് കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ബാഗിങ്. ഈ പ്രക്രിയയെ ബാഗിങ് എന്ന് പറയുന്നു. ദെൻ ക്രോസ് പോളിനേഷൻ നടത്തുന്നതിൻ്റെ വിവിധ സ്റ്റെപ്പുകൾ. നമ്പർ 1, ആന്തേഴ്സ് ആർ റിമൂവ്ഡ് ഫ്രം ഫീമെയിൽ പാരൻറ്റ് ദാറ്റ് ബിയേഴ്സ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഫീമെയിൽ പാരൻറ്റിൽ നിന്നും ആന്തേഴ്സിനെ നീക്കം ചെയ്യുന്നു. ദിസ് സ്റ്റെപ്പ് ഈസ് കോൾഡ് ഇമാസ്കുലേഷൻ. ഈ സ്റ്റെപ്പിനെ ഇമാസ്കുലേഷൻ എന്ന് പറയുന്നു. ഇറ്റ് ഈസ് കവേർഡ് ടു പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ ഓഫ് ഇറ്റ് സ്റ്റിഗ്മ വിത്ത് അൺവാണ്ടഡ് പോളൻ. അൺവാണ്ടഡ് പോളൻ കൊണ്ട് കണ്ടാമിനേഷൻ, അതിൻ്റെ സ്റ്റിഗ്മ കണ്ടാമിനേറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ കവർ ചെയ്യുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ബാഗിങ്. ഇതിനെ ബാഗിങ് എന്ന് പറയുന്നു. വെൻ ദ സ്റ്റിഗ്മ ഓഫ് ബാഗ്ഡ് ഫ്ലവർ അറ്റൈൻ റിസെപ്റ്റിവിറ്റി. ബാഗ് ചെയ്ത ഫ്ലവറിൻ്റെ സ്റ്റിഗ്മ റിസെപ്റ്റീവായി കഴിഞ്ഞാൽ മെച്യൂർ പോളൻ ഗ്രെയിൻസ് ആർ കളക്റ്റഡ് ഫ്രം ആന്തേഴ്സ് ഓഫ് ദി മെയിൽ പാരൻറ്റ്. മെയിൽ പാരൻറ്റിൻ്റെ ആന്തറിൽ നിന്നും മെച്യൂറായിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ശേഖരിക്കുന്നു. ആർ ഡസ്റ്റഡ് ഓൺ ദ സ്റ്റിഗ്മ. അവയെ സ്റ്റിഗ്മയിൽ ഡസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ദ ഫ്ലവേഴ്സ് ആർ റീബാഗ്ഡ്. ഫ്ലവേഴ്സ് വീണ്ടും ബാഗ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടീച്ചർ റോഡ് ദ സ്റ്റെപ്സ് ഓഫ് ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം ഓൺ ദി ബ്ലാക്ക് ബോർഡ് ആസ് ഫോളോസ്. ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ സ്റ്റെപ്പുകൾ ടീച്ചർ ബ്ലാക്ക് ബോർഡിൽ എഴുതി തുടർന്ന് വരുന്ന പോലെ. ബാഗിങ്, ഇമാസ്കുലേഷൻ. അറേഞ്ചസ് സ്റ്റെപ്സ് ഇൻ കറക്റ്റ് ഓർഡർ. ഈ സ്റ്റെപ്പുകളെ കറക്റ്റായിട്ടുള്ള ഓർഡറിൽ ക്രമീകരിക്കുക. അപ്പോൾ ആദ്യം വരുന്നതിൽ ഇമാസ്കുലേഷനാണ്, പിന്നെയാണ് ബാഗിങ്. എക്സ്പ്ലെയിൻ ദം. അവ എന്താണെന്ന് വിശദീകരിക്കാം. ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ റിമൂവൽ ഓഫ് ആന്തർ ഫ്രം ദി ഫീമെയിൽ പാരൻറ്റ് ടു പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ. സ്വപരാഗണം തടയാൻ വേണ്ടിയിട്ട് ഫീമെയിൽ പാരൻറ്റിൽ നിന്നും ആന്തർ നീക്കം ചെയ്യുന്നതിനെയാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. ബാഗിങ് എന്ന് പറഞ്ഞാലോ, ഇറ്റ് ഈസ് എ കവറിങ് ഓഫ് ഇമാസ്കുലേറ്റഡ് ഫ്ലവേഴ്സ് ടു പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ ഓഫ് ഇറ്റ് സ്റ്റിഗ്മ വിത്ത് അൺവാണ്ടഡ് പോളൻ. ആൻഡ് നെയിം ദ പ്രോസസ് ഓഫ് ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം വിത്ത് ദ ഗിവൺ സ്റ്റെപ്സ്. തന്നിരിക്കുന്ന സ്റ്റെപ്പുകൾ അടങ്ങിയിട്ടുള്ള ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ പേരെഴുതുക. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ആണ്, കൃത്രിമ വർഗസങ്കരണം. സോ ആൻസർ ഇമാസ്കുലേഷൻ ആൻഡ് ബാഗിങ്. ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിമൂവൽ ഓഫ് ആന്തേഴ്സ് ഫ്രം ദി ഫീമെയിൽ പാരൻറ്റ് ടു പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ. സ്വപരാഗണം തടയാൻ വേണ്ടിയിട്ട് ഫീമെയിൽ പാരൻറ്റിൽ നിന്നും ആന്തേഴ്സ് നീക്കം ചെയ്യുന്നു. ബാഗിങ്, ഇറ്റ് ഈസ് എ കവറിങ് ഓഫ് ഇമാസ്കുലേറ്റഡ് ഫ്ലവേഴ്സ് ടു പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ ഓഫ് ഇറ്റ് സ്റ്റിഗ്മ വിത്ത് അൺവാണ്ടഡ് പോളൻ. അൺവാണ്ടഡ് ആയിട്ടുള്ള പോളൻ കൊണ്ട് സ്റ്റിഗ്മ കണ്ടാമിനേഷൻ തടയാൻ വേണ്ടിയിട്ട് ഇമാസ്കുലേറ്റഡ് ഫ്ലവേഴ്സിനെ കവർ ചെയ്യുന്നതിനെയാണ് ബാഗിങ് എന്ന് പറയുന്നത്.
The above two processes are coming under artificial hybridization. ഈ രണ്ട് പ്രക്രിയകളും കൃത്രിമ വർഗസങ്കരണത്തിലാണ് വരുന്നത്. Next question. Double fertilization and triple fusion are the two terms associated with angiosperm fertilization. അഞ്ചിയോസ്പേമിലെ ഫെർട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ട രണ്ട് ടേംസ് ആണ് ഡബിൾ ഫെർട്ടിലൈസേഷനും ട്രിപ്പിൾ ഫ്യൂഷനും. വാട്ട് ഈസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്താണെന്ന്? ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് മെയിൽ ഗമീറ്റുകളിൽ ഒരെണ്ണം എഗ്ഗുമായിട്ട് സംയോജിക്കുന്നു, മറ്റൊരു മെയിൽ ഗമീറ്റ് പോളാർ ന്യൂക്ലിയസുകളുമായിട്ട് സംയോജിക്കുന്നു. എക്സ്പ്ലെയിൻ ട്രിപ്പിൾ ഫ്യൂഷൻ. ട്രിപ്പിൾ ഫ്യൂഷൻ എന്താണെന്ന്? ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മെയിൽ ഗമീറ്റും രണ്ട് പോളാർ ന്യൂക്ലിയസുകളും സംയോജിച്ച് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാവുന്നതിനെയാണ് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ ഗീവ് ദ പ്ലോയിഡി ലെവൽ ഓഫ് എൻഡോസ്പേം സൈഗോട്ട്. എൻഡോസ്പേം ട്രിപ്ലോയിഡ് ആണ്, സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ, ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് വൺ ഓഫ് ദി മെയിൽ ഗമീറ്റ് വിത്ത് ദി എഗ് ആൻഡ് ദ സെക്കൻഡ് മെയിൽ ഗമീറ്റ് വിത്ത് ദി പോളാർ ന്യൂക്ലിയസ്. ഒരു മെയിൽ ഗമീറ്റ് എഗ്ഗുമായിട്ടും രണ്ടാമത്തെ മെയിൽ ഗമീറ്റ് പോളാർ ന്യൂക്ലിയസുകളുമായും സംയോജിക്കുന്നതിനെയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ട്രിപ്പിൾ ഫ്യൂഷൻ, ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് ടു പോളാർ ന്യൂക്ലിയൈ ആൻഡ് മെയിൽ ഗമീറ്റ്സ് ടു ഫോം പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. മെയിൽ ഗമീറ്റും രണ്ട് പോളാർ ന്യൂക്ലിയസുകളും സംയോജിച്ച് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാവുന്നതിനെയാണ് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. എൻഡോസ്പേം പ്ലോയിഡ് ലെവൽ ട്രിപ്ലോയിഡ്, സൈഗോട്ട് ഡിപ്ലോയിഡ്. In flowering plants, during double fertilization, two events takes place in the embryo sac. ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് രണ്ട് ഇവൻറ്റുകൾ നടക്കുന്നു എംബ്രിയോ സാക്കിൽ, നെയിംലി ഡാഷ് ആൻഡ് ഡാഷ്. ഏതൊക്കെയാണ്? സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനുമാണ്. സോ ആൻസർ സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രം ദി ഫോളോയിങ്, തുടർന്ന് വരുന്നവയിൽ സെലക്ട് ദ ടു ഹാവിങ് ഹാപ്ലോയിഡ് ക്രോമസോം നമ്പർ. ഹാപ്ലോയിഡ് ക്രോമസോം നമ്പർ ഉള്ള രണ്ടെണ്ണം തിരഞ്ഞെടുത്തെഴുതുക. എഗ് ഹാപ്ലോയിഡ് ആണ്, എൻഡോസ്പേം ട്രിപ്ലോയിഡ് ആണ്, സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്, പോളൻ ഹാപ്ലോയിഡ് ആണ്. സോ ആൻസർ എഗ്, പോളൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് പാർട്സ് ഓഫ് എ ഡൈക്കോട്ട് എംബ്രിയോ. ഒരു ഡൈക്കോട്ട് എംബ്രിയോൻ്റെ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ കണ്ടെത്തുക. എ എന്ന് പറയുന്നത് പ്ലിമ്യൂളാണ്, ബി കോട്ടിലിഡൻസ്, സി ഹൈപ്പോകൊട്ടൈൽ, ഡി റാഡിക്കുളം. എ പ്ലിമ്യൂള്, ബി കോട്ടിലിഡൻസ്, സി ഹൈപ്പോകൊട്ടൈൽ, ഡി റാഡിക്കൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ സം സീഡ്സ് ദ ന്യൂസെല്ലസ് മേ ബി പേഴ്സിസ്റ്റൻസ്. ചില വിത്തുകളിൽ ന്യൂസെല്ലസ് പേഴ്സിസ്റ്റൻ്റ് ആയിരിക്കും. മെച്ചുറായിട്ടുള്ള വിത്തിലും ന്യൂസെല്ലസ് കാണും. സച്ച് ന്യൂസെല്ലസ് ഈസ് കാൾഡ് ഡാഷ്. അത്തരത്തിലുള്ള ന്യൂസെല്ലസുകളെ പറയുന്ന പേരെന്താണെന്ന്? സാധാരണ വളരുന്ന എംബ്രിയോ ന്യൂസെല്ലസ് മുഴുവനായിട്ട് ഉപയോഗിച്ച് തീർന്നിരിക്കും. എന്നാൽ അപൂർവമായിട്ട് ചില വിത്തുകളിൽ, മെച്ചുർ സീഡുകളിൽ ന്യൂസെല്ലസിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. ഇതിനെ പെരിസ്പേം എന്നാണ് പറയാം. സോ ആൻസർ പെരിസ്പേം. വാട്ട് ഈസ് എ ഫാൾസ് ഫ്രൂട്ട്? എന്താണ് ഫാൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ? ഓവറി അല്ലാതെ ഫ്ലവറിൻ്റെ മറ്റേതെങ്കിലും ഭാഗങ്ങൾ ഫ്രൂട്ടായിട്ട് മാറുകയാണെങ്കിൽ അതിനെയാണ് ഫാൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. സൈറ്റ് ആൻ എക്സാമ്പിൾ. ഉദാഹരണം എഴുതുക. ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂ ഫ്രൂട്ട്, ഇതൊക്കെ എക്സാമ്പിളാണ്. ഫ്രൂട്ട് ഡെവലപ്ഡ് ഫ്രം പാർട്സ് ഓഫ് ഫ്ലവർ അതർ ദാൻ ഓവറി. ഓവറി അല്ലാതെ ഫ്ലവറിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്തിൽ നിന്ന് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഫാൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആപ്പിൾ, സ്ട്രോബെറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഡേറ്റ് പാം സീഡ് ഡിസ്കവേർഡ് ഡ്യൂറിങ് ആർക്കിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. ആർക്കിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത് കണ്ടെത്തിയ ഒരു ഈന്തപ്പനയുടെ വിത്ത് റീറ്റെയിൻഡ് വയബിലിറ്റി ഈവൺ ആഫ്റ്റർ 10,000 years. 10,000 വർഷങ്ങൾക്ക് ശേഷവും വയബിലിറ്റി നിലനിർത്തി. ദ റീടെൻഷൻ ഓഫ് വയബിലിറ്റി ഈസ് ഡ്യൂ ടു ദി സ്റ്റേറ്റ് ഓഫ് ഇനാക്ടിവിറ്റി ഓഫ് എംബ്രിയോ കാൾഡ് ഡാഷ്. വയബിലിറ്റി നിലനിർത്തപ്പെടാൻ കാരണം എംബ്രിയോൻ്റെ ഇനാക്റ്റീവ് ആയിട്ടുള്ള അവസ്ഥയാണ്. അതിന് പറയുന്ന പേരെന്താണെന്ന്? അതിന് പറയുക ഡോർമെൻസി എന്നാണ് പറയുക, അല്ലെങ്കിൽ സി ഡോർമെൻസി. സോ ആൻസർ ഡോർമെൻസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഫെർട്ടിലൈസേഷന് ശേഷം സീഡ്സ് ബിയറിംഗ് എംബ്രിയോസ് ആർ ഫൗണ്ട് ഇൻസൈഡ് ദ ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിനുള്ളിൽ എംബ്രിയോ കാണപ്പെടുന്ന വിത്തുകളുണ്ട്. ഇഫ് സീഡ്സ് ആർ ഡെവലപ്ഡ് ഫ്രം ഒവ്യൂൾസ്. വിത്തുകൾ ഒവ്യൂൾസ് എന്ന് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, നെയിം ദ പാർട്സ് ദാറ്റ് ഗിവൺ റൈസ് ടു എംബ്രിയോ ആൻഡ് ഫ്രൂട്ട്സ്.
എംബ്രിയോയും ഫ്രൂട്ട്സും ആയിട്ട് മാറുന്ന ഭാഗങ്ങൾ പേരെഴുതുക. എംബ്രിയോ ആയിട്ട് മാറുന്നത് സൈഗോട്ടാണ്, ഫ്രൂട്ടായിട്ട് മാറുന്നത് ഓവറിയാണ്. വാട്ട് ഈസ് ദ തിക്ക് വാൾ ഓഫ് ദി ഫ്രൂട്ട് ദാറ്റ് ഈസ് പ്രൊട്ടക്റ്റീവ് ഇൻ ഫങ്ഷൻ കോൾഡ്? സംരക്ഷണ ജോലിയുള്ള ഫ്രൂട്ടിൻ്റെ കട്ടിയേറിയ ഭിത്തിക്ക് പറയുന്ന പേരെന്താണെന്നാണ്? ഫ്രൂട്ട് വാളിന് പെരികാർപ്പ് എന്നാണ് പറയാം. സോ ആൻസർ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നു, ഓവറി ഫ്രൂട്ടായിട്ട് മാറുന്നു. ഫ്രൂട്ട് വാളിന് പെരികാർപ്പ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആൻഡ് ആർ സീഡ്ലെസ് നോൺ ആസ്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നതിനും വിത്തില്ലാത്ത ഫ്രൂട്ടുകൾക്ക് പറയുന്ന പേര് ഡാഷ് എന്നാവുന്നു. പാർത്തനോകാർപ്പി എന്നാണ് പറയുക ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിന്. സോ ആൻസർ പാർത്തനോകാർപ്പി. പോളിഎംബ്രിയോണി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം എംബ്രിയോ ഉണ്ടാവുന്നതിനെയാണ്. അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ വിത്ത് ഉണ്ടാവുന്നതിനെയാണ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്, ഫ്രൂട്ട് ഉണ്ടാവുന്നതിനല്ല. സോ ആൻസർ പാർത്തനോകാർപ്പിയാണ്. പാർത്തനോജനസിസ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫീമെയിൽ ഗമീറ്റ് ഒരു പുതിയ ജീവിയായിട്ട് മാറുന്നതിനെയാണ് പാർത്തനോജനസിസ് എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ മെനി ഗ്രാസസ്, ധാരാളം പുല്ലുവർഗത്തിൽപ്പെട്ട ചെടികളിൽ സീഡ്സ് ആർ ഫോംഡ് ഓൺലി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. വിത്തുകൾ ഫെർട്ടിലൈസേഷന് ശേഷം മാത്രം ഡെവലപ്പ് ചെയ്യുന്നു. ദർ ആർ റിപ്പോർട്ട്സ് ദാറ്റ് ഇൻ സം ഗ്രാസസ് സീഡ്സ് ആർ ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. എന്നാൽ ചില ഗ്രാസുകളിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ വിത്തുകളുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ഫിനോമിനൻ. ഈ പ്രതിഭാസം വിശദീകരിക്കാം. അപ്പോൾ ഇങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കാതെ വിത്ത് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ അപ്പോമിക്സിസ് എന്നാണ് പറയാം. സോ ആൻസർ, ദ ഫിനോമിനൻ ഓഫ് ഫോർമേഷൻ ഓഫ് സീഡ്സ് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് കോൾഡ് അപ്പോമിക്സിസ്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ വിത്തുകൾ ഉണ്ടാകുന്ന ഈ പ്രതിഭാസത്തിന് അപ്പോമിക്സിസ് എന്ന് പറയുന്നു. സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഈ ചാപ്റ്റർ മാത്രം പഠിച്ചാൽ ബോട്ടണിയിൽ മിനിമം പാസ് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കാം. ഓക്കെ, താങ്ക് യു.